ആ പൊട്ടം വീരാൻ വരുന്നുണ്ട്. നീ ഇന്ന് എന്ത് പറഞ്ഞാലും ചവിടി വെക്കൂല. ചായ എനിക്കും വേണം ഒരു കോയ. വീരാനെ ഇതൊന്ന് നോക്കാം. മോളെ കുടിയിരിക്കലുണ്ട്, അതിന് സാധനം എടുക്കാൻ പോണം. അടച്ച തമ്പുരാനെ, അപ്പൊ എന്തിന്റെ അടുക്കിലാദ്യം കൊണ്ടുപോയി സാധനം വെച്ചേ? കോട്ടക്കല് ചങ്ക് വെട്ടിക്കണ്ട. പഞ്ചസാര പൊതി കെട്ടയച്ച് വീണ് അവലും വെള്ളമായി മാറി ദാഹങ്ങളും കുടിക്കുവിൻ മോഹിനിങ്ങളെ. എനിക്ക് വാണ്ടങ്ങളോട് മുണ്ടും വേണ്ട. എന്താണ് അപ്പച്ചാട്ടിന്റെ പ്രശ്നം? ഇഹം ഡിജിറ്റലിൽ ഇറങ്ങുന്ന ഷോപ്പ്, അവിടുന്ന് സാധനം എടുക്കണം എന്നാ എല്ലാവരും പറയേണ്ടത്. ഇത് ചുമച്ചോണ്ട് നിക്കാതെ എന്തേലൊക്കെ ഒന്ന് ചെലക്ക് കോയേ. അല്ല അതല്ല, എന്താണ് ഇപ്പച്ചിന്റെ കുട്ടിന്റെ പ്രശ്നം? നിങ്ങൾക്ക് അറിയില്ലല്ലേ, ഈ വെക്കേഷന് എവിടേക്കൊക്കെ കൊണ്ടുപോവാ നിങ്ങൾ പറയുന്നത്? കുഞ്ഞാപ്പൂ നിങ്ങൾ ടൂറിന് അറിയിച്ചില്ലേ? ഇത്തവണ നമ്മുടെ ഫീനിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ ഒരു വ്യത്യസ്തമായ ഒരു മത്സരം നടത്തുകയുണ്ടായി. നിന്നോടാ പറഞ്ഞേ വരുമ്പോ കയ്യില് പൊട്ടന്മാരെടുത്തുള്ള തൊട്ടളത്ത് ഞാൻ വന്ന് പെട്ടത്. കൂട്ടാർക്കൊക്കെ എത്തിനാ ഞാൻ പോണോ? കൊണ്ടോയോ മോൾട്ടിയെ ഓ കോട്ടക്കൊന്നുമൊക്കെ പോയതല്ലേ, ഓ വൈകുന്നേരം വരൂലേ? ആരെങ്ങളോടും കോട്ടക്കൊന്നുമൊക്കെ ഇതാർന്നതേ? പുളിഞ്ചോട് ഉസ്മാനെ ഓന്റെ ഇറക്കലും ബൈക്കുള്ളൂ. ആ പുളിഞ്ചോടുകളോട് സാരി ഉടുക്കൽ മത്സരം. മത്സരിക്കാനെത്തിയവർ ദിപ്പ ശരിയാക്കി തരാം എന്ന ഭാവത്തിലാണ് സാരി ഉടുക്കാൻ തുടങ്ങിയത്. അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്, ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. പറഞ്ഞാൽ മനസ്സിലാവില്ല. മകളെ കുടിയിരിക്കലാണ്, കുടിയിരിക്കല്. കോട്ടക്കൊന്ന് സാധനം വാങ്ങണം, ചങ്കുവട്ടിക്കന്ന്. നോണറിഞ്ഞതാണ്. കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുണ്ട് വണ്ടർഫോൾസ് നടക്കാണ്ട് ഒരു അടിപൊളി പരിപാടി എടുക്കണം. ഓല് അങ്ങോട്ട് പോയതാണ്. കൊല്ലത്തേക്ക് പോയതാ? അതെന്താ പരിപാടി? അവിടെ ഇല്ലാത്ത തുടങ്ങിയപ്പോഴല്ലേ അത് 8ന്റെ പണിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായത്. കണ്ടില്ലേ, മുണ്ടുടിപ്പിക്കാൻ MLA-മാരെ പറഞ്ഞേക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ കടീന്ന് എന്റെ പോരാൻ പറ്റുമോ? ഇങ്ങനെ ചേർന്നേ എല്ലാം പരിപാടി എന്താണുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം എവിടെയുള്ളത് നിങ്ങൾക്ക് അറിയോ? ആ പടപ്പറമ്പ് നിങ്ങളുടെ പോയിട്ട് കടുമ്പൂരത്ത് പുള്ളിക്കൂടി പോയി പാലൂർക്കോട്ട കൊടുത്ത് അവർ ക്ഷീണിച്ചു പോയി. ഓരോരുത്തർക്ക് സാരിയുടെ തലയേത് വാലേത് ഒന്നുപോലും അറിയാണ്ട മുരുകൻ ഇറക്കി വിടറേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാരൻ. ഞാൻ ഇല്ല പെരീക്ക്. ഇജാതി ചൂടത്തൊക്കെ എങ്ങനെ പോവാ? ഇവിടെ ആകുമ്പോ തണുപ്പുണ്ട്. നല്ലൊരു AC, ഒരു വാഷിംഗ് മെഷീൻ. ഒലക്കാണ്. ദുബായിലും ചൈനയിലും. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുള്ള വണ്ടർഫോൾ ആണ്. അത് മാത്രല്ല അവിടെ സ്കൈ ഡൈനിങ്ങും ഉണ്ട്. എന്ന് പറഞ്ഞാല് ശരി, ഞാൻ വാങ്ങിക്കോളൂ. ജിൻഡോടെ ഒന്ന് കടന്നോളൂ. ആകെ 32,000 ഉറുപ്പിക എടുത്താൽ മതി. ഇവിടെ മനുഷ്യന്മാരെ മാനം കെടുത്താൽ മതി. 150 അടി ഉയരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക്. നിലമ്പിട്ട് തിന്നാണ്. ആന്ന്. അത് മാത്രല്ല 25 ലക്ഷം റുപ്യ വില വരുന്ന ഒരു പോക്കറ്റ് മങ്കി അവിടെ ഉണ്ട്. അതിന് നമുക്ക് കാണാം. സാരി ഉടുക്കാൻ തുടങ്ങിയത്. ഓ, എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നില്ലല്ലോ. അങ്ങനെ മരണം വരെ നീ ജീവിച്ചോ? താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ കൊണ്ട് നടന്നു? ഒരു ആവേശത്തോടെ ഉടുത്തോണ്ടിരിക്കുകയാണ് സാരി. എന്നാലും അവര് തോറ്റു കൊടുക്കില്ല എന്ന ഭാവത്തിൽ ആവേശത്തോടെ. നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കൂടെ മത്സരിക്കുകയാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാരി ഉടുക്കുന്ന ഇവരെ എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി ചിരിച്ച് ചിരിച്ച് ഒരു പരുവമാവുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ പരസ്പരം പറഞ്ഞു, ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് സാരി ഉടുക്കുന്നത്. ആരെങ്കിലും ശരിക്കും കൊടുത്തിട്ടുണ്ടെങ്കിലോ? തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. അവരുടെ മത്സരത്തിന്റെ ആവേശം മൂട്ടുന്നത് എന്താ നമ്മുടെ വെല്ലിച്ചേട്ടൻ. ഒരു ചായക്കടായിട്ട് പത്രം വരുത്താതെ എന്ത് മത്സരങ്ങള്? നമ്മുടെ നാട്ടിലെ പേപ്പറിന് ആവശ്യം
വാർത്തക്ക് പാപ്പുട്ടി പറയില്ലേ? എന്നാ നീ കൊല്ലത്തുള്ള വണ്ടർഫോൾ കണ്ടിട്ട് ബാക്കി പരിപാടിയുള്ളൂ. പോയി മാറ്റിക്കോ. അല്ല നിങ്ങളില്ലേ? ഞാൻ പോരുന്നുണ്ട്. ഞാൻ ആ പുളിഞ്ചോട് ഉസ്മാൻ പുളിഞ്ചാറ്റി കിട്ടിക്കാണ് വരാം. വെക്കേഷൻ ആയുള്ള പ്രശ്നമാണ്. എന്നാ കേക്ക് കൊടുക്കൊരു കണി. ആ അത് ശരിയാണ്. സംഭവം വരുത്തനാണെങ്കിലും ദുനിയാവിലെ എല്ലാ ന്യൂസും അവന്റെ ഉണ്ടാവും. ആ ബൗട്ടേക്കാരുണ്ട്, പേടിച്ചണ്ട. ഇന്നത്തെ ന്യൂസ് എത്തി. ചെരുപ്പ് കാര്യം എങ്ങനെ എന്റെ ചെരുപ്പ് മാത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ച ഇതിട്ടില്ലെങ്കിൽ മുള്ളുത്തും. അത് ഇട്ടാലേ കരം മുള്ളുത്തുക. അത് തിന്നൂടെ കണ്ട് പള്ളർച്ച് തിന്നൂടെ. ആരും കോയ എത്രക്ക് കൂടെ എന്താന്നുള്ള എനിക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കാണികളോട് ഒന്ന് ചോദിക്കും. കോലിൽ തുണി ചുറ്റുന്ന പോലെയും ടേപ്പ് ചുറ്റുന്ന പോലെയൊക്കെയാണ് ഓരോരുത്തർ സാരി ഉടുത്തത്. അടുത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പിരിക്കും. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ കാര്യം പൊള്ളറിഞ്ഞുകൊണ്ട് ഇറക്കേ. അല്ല കോയ ഈ അടിപ്പ് എന്തിനാ? എന്റെ ജീവിതം എന്റെ ഒപ്പം നടന്ന നാശായി. എന്റെ ചെറുക്കൻ ഇറങ്ങിയില്ലേ? എന്ത് നിങ്ങൾ അറിയേണ്ട ന്യൂസാണ്, ഞാൻ പറഞ്ഞുതരാ. എന്താ ബാബേ പുതിയ ന്യൂസ്? പറഞ്ഞു തരാ. കടുപ്പത്തിനൊരു ചായ അടിക്കി. പൈപ്പിലെടുത്താലോ? ഇതും കൂടി എന്റെ ചെറുക്കന്റെ ഒപ്പം നടന്ന നാശാകാണി എല്ലാം. എത്തു വാപ്പാൻ നടക്കാൻ നിങ്ങൾ നോക്കിക്കണ്ട് ഇതൊക്കെ തിന്നാ പോരാ. അതിൽ കണ്ടോന്നാവോ ഞങ്ങളെ ഇതാണ് നമ്മളാ പറഞ്ഞ ഇത് മുണ്ടെടുക്കുന്ന പോലെയാണ് ഓരോരുത്തർ ഞൊറിയെടുത്ത് കൂട്ടിയത്. മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാ ഇപ്പോഴെങ്കിലും പുരുഷന്മാർക്കൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ, സാരി ഉടുക്കുന്നത് അത്ര എളുപ്പം. പഴംപരി വേണ്ട, അടിച്ചിട്ട് തൂങ്ങി നിൽക്കാണ്. കാറിന് തിന്നിന് എന്തെങ്കിലും ഉണ്ടേ കൊണ്ടേ. തേങ്ങയാണെ ചരണ്ടി കഴിഞ്ഞു, അല്ലെങ്കിൽ അത് തരായിരുന്നു. നിങ്ങൾ ന്യൂസ് എന്താ അവിടെ പറഞ്ഞാണ്? ആ പീലാച്ചോടിയിൽ മാറിയമാരെ മൂത്ത മോല്ലേ ആര്? കുഞ്ഞുമോ ആ പൊളിച്ചോടി. ആരപ്പം? ബംഗാളിന്റെ അപ്പാന്നാ കേട്ടത്. അല്ല പുതിയ ന്യൂസ്. ശുക്രാക്ക തൊപ്പി നിസ്കാരക്കുപ്പാക്കിട്ട് വൈക്കുന്നുള്ള ജിന്നിട്ട് കൂടിയാ ഉണ്ട്. സൗദി അറേബ്യയിലുള്ള നെസ്റ്റോയിൽ എന്തോ വലിയ ഓഫർ നടക്കുന്നുണ്ട്. ആ വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലേ. ആ കോയിന്റെ മോളല്ലേ? ഞാൻ സിയാറത്ത് പോകണേ. ഹൃദയ ശുദ്ധി കിട്ടണം, മനസ്സിനെ നന്നാക്കണം. നീ നന്നാവേ, കാക്കൊന്നും മലർന്ന് പറഞ്ഞില്ലല്ലോ പോണത്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാട്ടോ. കൊമ്പക്കാടത്തെ കുട്ടിയല്ലേ? ആ ഇതറിഞ്ഞോ? എന്ത് നാട്ടിലത്തെ മൊയ് അതൊക്കെ പഠിച്ചോണ്ട് എല്ലാ അനുഭവം ഉണ്ടാട്ടെ. ശുക്രാക്ക വരെ നന്നായി, ഞാൻ എന്നാവ നന്നാവല്. ന്യൂസ് നിങ്ങളെടുത്തല്ലേ, പിന്നെ ഞാൻ എന്തറിയാനാ? അറിഞ്ഞിട്ടില്ലല്ലേ? എന്നാ എന്നോട് ഒരു രഹസ്യം പറയാണ്ട്. വാപ്പിന്റെ കുട്ടി ഒന്നുകൂടെ വന്ന ന്യൂസായ ന്യൂസ്. ഞാൻ കേടൊന്നും വന്നിട്ടില്ലല്ലോ. പാവം ശുക്രാക്ക. ഉണ്ടോ കാതൊന്നും നിങ്ങൾ അറിയണില്ല നാട്ടിലത്തെ, അതാണ് നിങ്ങളെ കേട്. എന്താ പാവട്ടിയൊക്കെ എത്ര വലിയ സംഭവം? ആ അറിഞ്ഞില്ലേ? നമ്മളെ പീലാത്തോട്ടിൽ മറിയാന്റെ മൂത്ത മോളില്ലേ? ശുക്കൂറേ കാണിച്ചരട്ടാ. പാത്തുവിന് തടിനുള്ളൂ, ബുദ്ധിയാണ് സാധനമില്ല. ഞാൻ നന്നായി വിശ്വസിക്കുക. എന്റെ പെണ്ണ പിന്നെ ആദ്യ ബുദ്ധി. ആര് കുഞ്ഞുമോ? ആ പൊളിച്ചോടി. അവന്റെ പഠിച്ചോ, നിങ്ങൾ വല്ലാത്ത മനുഷ്യനെട്ടാ. നാട്ടിലത്തെ മുഴുവൻ ന്യൂസ് നിങ്ങളെടുത്തുണ്ടല്ലോ. എനിക്ക് വലിയ തിരക്കിടില്ല. ഞാൻ പിന്നെ അവിവാഹിതനായതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അതല്ല എല്ലാരും വാർത്ത വാപ്പട്ടിന്ന് വിളിച്ചത്. എനിക്ക് എന്റെ അടുത്ത് ഒരു കാര്യം അറിയാണ്ട്. എന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? എന്റെ കൈക്കുള്ള ന്യൂസൊക്കെ കഴിഞ്ഞായി. അവിടെ പാത്തുവിന്റെ അതേ മറിയില്ലേ? പാത്തു മക്കളെ പ്രതിമല്ല, പാത്തു തന്നെയാണത്. സൗദി അറേബ്യയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്റെ വാക്കുകളിട്ടുള്ളൊക്കെ അവിടെ അല്ലേ? സൗദിയുടെ കാര്യങ്ങൾ ചോദിക്കണേ. ആന്നേ ശുക്കൂറ ഇതാണ് എന്റെ സിയാറത്ത്. നിക്കടാ പൂജായിലെ എന്റെ പരിപ്പിനെ ആൾക്കോ നിങ്ങൾ കൊല്ലും. ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ 10 മുതൽ 16 വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ നെസ്റ്റോയിലും വൻ ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരുവിധം സാധനത്തിന് റജത്താണേ നല്ലത്. ഈ രാത്രി കുറിച്ച് വെച്ച് കൊണ്ടേക്കിട്ടത് ചങ്ങായിമാരെ നിങ്ങൾ ഒന്നാക്കി വടക്കാക്കുന്നത്. 10 റിയാൽ 20 റിയാൽ 30 റിയാലൊക്കെ ഉള്ളൂ. തന്നെ നജി വൈക്കോ. ഈ വാർത്ത ഞാൻ നാടാകെ പരത്തും. ആയിക്കോട്ടെ. ആ വാസോട്ടാ. പള്ളിക്ക് പോണ ഞങ്ങളെജാണ് ഫ്ലോറ ഫാന്റസിക്ക് വിളിച്ചു കൊടുത്തത്. ഇതിപ്പോ ഞങ്ങള് കുറ്റക്കാരല്ലേ? കള്ള ബലാലെ ഇത് പൊളിത് പോളിലേക്കല്ല അടിപൊളിക്കല്ലേ? മോനെന്നാ സൗദിയൊക്കെ പോണെന്ന് പറഞ്ഞ് 15-ാം തീയതി തന്നെ അത് 10-ാം തീയതി ആക്കാൻ പറയും. 10 റിയാൽ 20 റിയാൽ 30 റിയാൽ സൗദി അറേബ്യയിൽ നെക്സ്റ്റ്